വഴി എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തന്നത് കൊണ്ട് തൃപ്തിപ്പെട്. നിനക്ക് പരാതിയില്ല, പരിഭവമില്ല. പടച്ചവനെ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമില്ല. ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള ആർത്തി നിനക്കില്ല. വെട്ടിപ്പിടിക്കാനുള്ള ആർത്തി നിനക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, പെണ്ണേ, എന്തേ ഉമ്മ നിനക്ക് എത്ര കിട്ടിയാലും തികയാത്തതെന്തേ ഉമ്മ? പടച്ചവനെ ഹറാമാണോ ഹലാലാണോ അതൊന്നും ആരും നോക്കാറില്ല. എങ്ങനെയും കുറച്ച് പണമുണ്ടാക്കണം, എങ്ങനെയും ഒരു വീട് വെക്കണം, എങ്ങനെയെങ്കിലും വലിയ വലിയ നിലയിലെത്തണം. അതിന് അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണോ അല്ലയോ ഒരാളും നോക്കാറില്ല. എന്തിനാ ചെറുപ്പക്കാരാ ആവശ്യമില്ലാതെ എളുപ്പ പണക്കാരനാകാനുള്ള എളുപ്പ വഴി എന്തിനാ തിരയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? നിനക്ക് ഇന്ത്യയിലെ സമ്പന്നനായ, കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ യൂസുഫ് അലി സാഹിബിനെയല്ലേ നിനക്കറിയൂ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അംബാനിയല്ലേ നിനക്കറിയൂ? അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണടാ? ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയുമോ? ഇനിയെങ്കിലും നീ പഠിച്ചു വെക്ക്, ഇനിയെങ്കിലും നീ പഠിച്ചു വെക്ക്. പണമുള്ളവനല്ല, കൊട്ടാരങ്ങളുള്ളവനല്ല, അധികാരമുള്ളവനല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയുമോ? വറദബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗിനന്നാ. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എടാ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളെ ഏറ്റവും വലിയ സമ്പന്നന്മാർ പൈസ ഉള്ളവനല്ല. അംബാനിയെ സംബന്ധിച്ചിടത്തോളം ഓൻ ഇത്തിരി കൂടെ കിട്ടാൻ വേണ്ടിയല്ലേ ഈ പിച്ചച്ചട്ടി കൈയിട്ട് വാരണ കർഷകന്മാരൊക്കെ പോയി കിടക്കണ. എന്തിനാ? അവന് വീണ്ടും ഉണ്ടാക്കണമെന്ന് ആഗ്രഹം. കോടിക്കണക്കിന് രൂപ ഉള്ളവന്റെ വീട്ടിൽ പോയിട്ട് പറയുന്നു, പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാന് ഒന്നുമില്ല, പള്ളിക്ക് ഒന്നുമില്ല, കച്ചവടമൊക്കെ പോയി, ഗൾഫൊക്കെ, കൊറോണ, പടച്ചവനെ ഓന്റെ അലമാരി കെട്ടുകണക്കിനിരിപ്പുണ്ട്. എന്ന ഏതെങ്കിലും പാവപ്പെട്ടവന്റെ വീട്ടിൽ ചെല്ലുമ്പോ അൽഹംദുലില്ലാ ഇത്രേ ഉള്ളു കേട്ടാ, 500 രൂപ. എടാ, ഏറ്റവും വലിയ സമ്പന്നൻ അല്ലാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുന്നൊരു മനസ്സ് നിനക്കുണ്ടോ? നീയാടാ ഭൂമിയിലെ രാജാവ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ആ മനസ്സ് നമുക്കുണ്ടോ? ആ മനസ്സ് നമുക്കുണ്ടോ? നമുക്കല്ല. ഓന് 2 വീട് അവൻ അറബി എത്തീങ്കാനയിലാക്കിയിട്ട് കൊണ്ടുവന്നയാടാ. അതാ പറയണേ. നമ്മള് അയൽവാസിയുടെ വീട് നോക്കിയിട്ട് പറയണം, അവൻ മൂട്ടിച്ചതാ, അവൻ പിടിച്ചു പറിച്ചതാ, കഞ്ചാവ് കച്ചവടം അവനവിടെ അങ്ങനെ എന്തൊക്കെ പറയണ സഹോദരങ്ങളെ. എടാ, അല്ല തന്നത് കൊണ്ട് തൃപ്തിപ്പെട്. സിറാജിന് എഴുതിയത് സിറാജിനേ കിട്ടൂ. നിങ്ങൾക്ക് കിട്ടുവോ? എനിക്ക് എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോൾ ഈ നാട് എനിക്കറിയുന്ന നാടാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ നാട് മാറ്റുന്നുണ്ട്. എനിക്കറിയില്ല, നിങ്ങൾ ആരെയും എനിക്കറിയില്ല. എന്നിട്ടും പത്തനാപുരത്ത് ഇടത്തറ എന്ന് പറയുന്ന കുഗ്രാമത്തി ഷാവുൽ ഹമീദിന്റെ മകനായി ജനിച്ച ഞാൻ ഇന്നിവിടെ വന്നിട്ട് ഈ പാവപ്പെട്ട എന്താ ഇവിടെ ചങ്ങായിയുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചില്ലേ? എൻ്റെ പേരല്ല എഴുതിയത് കൊണ്ടല്ലേ ഞാൻ വന്നേ. എൻ്റെ പേരല്ല എഴുതി വെച്ചത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് കഴിച്ചത്. ഇതുപോലെ എവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ പോകും കഴിക്കാൻ. എനിക്ക് കിട്ടേണ്ട പൈസ നിങ്ങൾക്ക് കിട്ടൂലല്ലോ, നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടൂലല്ലോ. പിന്നെന്തിനാ സഹോദരങ്ങളെ നമ്മളിങ്ങനെ കാണിക്കണേ? അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഷോർട്ട് കട്ട് വഴികൾ. ഒരു പെണ്ണൊരു എഴുത്ത് തന്നു, ഉസ്താദേ കുറെ കാലം മുമ്പ് ഒരു ജുവലറി കൊണ്ട് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്, ഇപ്പൊ കിട്ടണില്ല. അതെന്നെ, ഞാൻ ജുവലറി ഒന്നും പറയണില്ല. എളുപ്പത്തിൽ പണം ഉണ്ടാകാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഇടുക. 5 ലക്ഷം 10 ലക്ഷം കൊണ്ടുപോയി ഇട്ടിട്ട് മാസം 5000 10,000. ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് അതിന്റെ മസല ചോദിക്കണം കേട്ടാ. കടകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കൽ ഒരു ഹാജിയാരാ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇത് ബിസിനസിന്റെ ലാഭമാണോ? അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ഒരിക്കലും അല്ല, അതൊരു കണക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കി കൊടുക്കുന്നു, അത്ര തന്നെ. പിന്നെ ചെയിൻ ബിസിനസ് അളിയാ, എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു, എടാ സിറാജ നല്ലതാ, നല്ലൊരു കച്ചവടമാ, അറിയൊന്നും വേണ്ട, കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാസം കിട്ടും. എനിക്ക് 18,000 കിട്ടി. അല്ല, ഞാൻ അപ്പോഴേ പറഞ്ഞടാ ചങ്ങാതി, ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല. 2 മാസം മുമ്പ് കണ്ടപ്പോൾ പറഞ്ഞു 35,000 പോയെന്ന്. ഇതാവസ്ഥ. കൊണ്ടുപോയി നാട് നടുവ് ഇടുക. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമെങ്കിലല്ലേ അത് വില അറിയത്തുള്ളൂ. വീട്ടിലിരുന്നിട്ട് ഹാജിയാക്കന്മാര് പലിശ കച്ചവടം നടത്താം.
ഞാനൊരു സ്ഥലത്തിൽ കയറി ഇരുന്നിട്ട് വയത് പറഞ്ഞു. ഒരു സദസ്സിൽ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞാൻ പറയുന്നത് ലോട്ടറിയെ കുറിച്ച് ഞാനിങ്ങനെ പ്രസംഗിക്കുക. അപ്പം ബിസ്മില്ല ലോട്ടറി എന്ന അയാളുടെ കടയുടെ പേര്. അയാൾ ഇറങ്ങി വന്നിട്ട് പറയാ, ഉസ്താദേ, എന്നിട്ട് നമുക്കിട്ടാ താങ്ങിയത് കുഴപ്പമൊന്നുമില്ല, എങ്കിൽ ഉസ്താദ് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇതിനകത്ത് പെട്ടുപോയതാ, പക്ഷെ ഞാൻ പലിശയ്ക്ക് വാങ്ങുന്നത് ആ ഫ്രണ്ടിലെ സഫിലിരുന്ന ഹാജിയാരുടെ കയ്യിൽ നിന്നാ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഓൻ എന്നോട് പറഞ്ഞെന്ന മറുപടിയാ, ഞാൻ ലോട്ടറി കച്ചവടം നടത്തുന്നവനാ, പക്ഷെ ഞാൻ പലിശയ്ക്ക് എടുക്കുന്ന എവിടെന്നാ? ആ ഒന്നാമത്തെ സഫിൽ നിന്ന ഹാജിയാരുടെ കയ്യിൽ നിന്നാ. ഇതാ അവസ്ഥ. ഹലാലും ഹറാമും ആരും നോക്കണില്ല. പണം മതി എല്ലാത്തിനും. എല്ലാ വഴികളിലൂടെ ഇങ്ങനെ സമ്പാദിക്കാൻ ഓടാ. ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള പരക്കം പാച്ചിലിൽ, ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ എന്തേ പെങ്ങളെ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അതൊക്കെ നിന്റെ കാൽച്ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നേ. അത് നേടാൻ പറ്റിയില്ലെങ്കിൽ നിനക്കെന്തേ? ആ സ്വർഗം നിനക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്കെന്ത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പറ, ഹലാലും ഹറാമും തിരിച്ചറിയണം. ഹറാമ് തിന്നുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബി വനിതകളുടെ മുന്നിലിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബി വനിതകളോട് ചോദിച്ചു, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ കാണണോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുമ്പോ പെണ്ണുങ്ങളൊക്കെ വിചാരിച്ചു ഞങ്ങളായിരിക്കും. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ പോകുന്ന വിറകു വെട്ടുകാരന്റെ ഭാര്യയുണ്ടല്ലോ, ആ നടന്നു പോകുന്ന വിറകു വെട്ടി ജീവിക്കുന്ന സ്വഹാബിയുടെ ഭാര്യയാണ്. ആ പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. വിറകുവെട്ടുകാരന്റെ ഭാര്യയെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നു, പെണ്ണേ, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിരിക്കുകയാണ്. എന്ത് സൽക്കർമ്മമാണ് നീ ചെയ്യുന്നത്? നീ നിസ്കാരവും നോമ്പും ഖുർആനും ദിക്റുകളും അല്ലാതെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടൊരു സൽക്കർമ്മം നീ ചെയ്യാറുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങൾ ചെയ്യുന്നത് പോലെയേ ഞാനും ചെയ്യുന്നുള്ളൂ. ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഒരിക്കലുമില്ല, റസൂലുള്ളയാണ് പറഞ്ഞത് നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്. അവിടെ എന്ത് അമലാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം എന്തെന്നറിയുമോ? രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി പ്രിയപ്പെട്ട ഭർത്താവ് ഇറങ്ങി പോകുമ്പോ ഈ പെണ്ണ് കയ്യിൽ കയറി പിടിക്കുകയാണ്. വീടിന്റെ വെളിയിലേക്ക് വിറക് വെട്ടുന്നതിന് വേണ്ടി ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ പെണ്ണ് പറയുന്ന മറുപടി എന്താ? വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഹറാമായ പണം കൊണ്ടുവരല്ലേ, ഹറാമായ പൈസ കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ടുവരല്ലേ, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാ. എന്നെയും മക്കളെയും ഹറാമ് തീറ്റിപ്പിക്കല്ലേ. രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ പെണ്ണ് ഹറാമിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാ, ഹറാമായ ഭക്ഷണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാ. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ നമ്മുടെ ഭാര്യമാര് പറയുന്നത് എന്തെന്നറിയുമോ? ആരെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, വൈകുന്നേര സമയമാകുമ്പോ എന്റെ വയറ് നിറയണം, എനിക്ക് പണം വേണം. അത് പലിശക്കെടുത്തിട്ടാകട്ടെ, ലോട്ടറി എടുത്തിട്ടാകട്ടെ, പിടിച്ചു പറിച്ചതാകട്ടെ, കള്ള് കച്ചവടം നടത്തിയതാകട്ടെ, ഏത് വഴിയിലൂടെ സമ്പാദിച്ചതാണെങ്കിലും പണം മതി എന്ന് പറയുന്ന പെണ്ണ് എങ്ങനാ മോളെ രക്ഷപ്പെടുക? എങ്ങനാ സ്വർഗത്തിൽ പോകുക? എങ്ങനാ റബ്ബിനെ കണ്ടുമുട്ടുക? എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്,
അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടണേ, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടണേ. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നമ്മൾ പടച്ചവനെ നാട്ടുകാര് വലിയവനാണെന്ന് പറയാ, എന്തെല്ലാം പണികൾ ചെയ്യുന്നവരാണ് എങ്കിൽ അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാ കിട്ടുന്ന ഒരു പ്രതിഫലം പറയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ മാതാപിതാക്കളോട് പറയുകയാണ്, എടാ വാപ്പാ നീ ഇതുപോലെയാകണം, ഈ സ്വഹാബിയെ പോലെ നീയാക്. ഒരു വീട്ടിലെ വാപ്പ എങ്ങനെയാകണമെന്നറിയുമോ? മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം സർവ്വ കാര്യങ്ങളും. പണമുണ്ടാകാനുള്ള എളുപ്പവഴിയെ കുറിച്ച് വാപ്പ മക്കളോട് പറയുകയാ. ഉമ്മ ചെറുപ്പത്തിലെ മക്കളോട് പറയുകയാണ്, നല്ലതുപോലെ പഠിക്കണം, നല്ല ഭാവി ഉണ്ടാകണം, നല്ല ജോലി ഉണ്ടാകണം, നല്ലതുപോലെ സമ്പാദിക്കണം, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. പറയുന്നത് 10 വയസ്സുകാരനോടാ. എന്തൊരാർത്തിയാവുമ്മ, എന്തൊരാർത്തിയാവുമ്മ. മക്കളെ സ്നേഹിക്കാൻ സമയമില്ലല്ലോ. ഒരു ചെറിയ കുട്ടി വാട്സപ്പിൽ മെസ്സേജ് ഇട്ട്, ഉസ്താദേ എനിക്ക് സമാധാനമില്ല, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് സമാധാനമില്ല. എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ, ഉസ്താദേ വാപ്പയും ഉമ്മയും പഠിക്ക് പഠിക്ക് പഠിക്ക്, 24 മണിക്കൂറും എനിക്ക് സമാധാനം തരുന്നില്ല, നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല, ഖുർആൻ ഓതാൻ അനുവദിക്കുന്നില്ലോ, എന്നെ അവര് വല്ലാതെ പീഡിപ്പിക്കുകയാ. ഉസ്താദ് എന്ന് ദുആ ചെയ്യണേ, ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് ഈമാൻ കൊടുക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ.